ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഉണ്ടംപൊരി എന്നൊക്കെ പറയും. അതിനെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ പാലക്കാട് ഉണ്ടംപൊരി എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അത് വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അധികം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ള ഓർമ്മയാണ് എനിക്കുള്ളത്. വീട്ടിലുണ്ടാക്കിയ ഒരു ഓർമ്മയൊന്നും എനിക്കില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സാധനം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അതായത് എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് അത് എന്താ പറയുക, ബാറ്ററൊക്കെ എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം കുറച്ച് ആട്ട, അതുപോലെ എന്താ പറയുക, അതിനകത്ത് ശർക്കരയുടെ എന്താ പറയുക, ശർക്കര ഉരുക്കിയ ശർക്കരയും അതുപോലെ കുറച്ച് പഴം ഒരു പഴമൊക്കെ മതിയാകും. കാരണം ഞാനിവിടെ റോബസ്റ്റ പഴമോട്ടോ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ റോബസ്റ്റ പഴം മാത്രമേ കിട്ടൂ. ചെറുപഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും കിട്ടിയായി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടൊക്കെ ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഏട്ടൻ എന്താ പറയുക, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുഖിയനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഓർമ്മ ഉണ്ടാകുമായിരിക്കും. പക്ഷേ എന്താ പറയുക, ആ ഒരു സാധനത്തിനെ കുറിച്ച് അറിയായിരിക്കും. പക്ഷേ എന്താ പറയുക, ഈ ഉണ്ടംപൊരിയെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല, കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓണമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് സദ്യ മേടിച്ച് കഴിക്കായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് അളവൊന്നും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്, നമ്മുടെ തൊട്ട വീട്ടിലൊക്കെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അളവിനാണ് എന്താ പറയുക ഈ ഒരു ആട്ടയുടെ പൗഡർ എടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, വലിയൊരു റോബസ്റ്റ പഴം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആ ഒരു ആട്ടപ്പൊടിയിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് റോബസ്റ്റ പഴം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര അവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആയി വരുമ്പോൾ അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് അതും കൂടെ ഇതിനകത്ത് ചേർക്കണം. പിന്നെ ഞാൻ അതിനകത്തൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതിന് പകരം ഞാൻ വേറൊരു സാധനമാണ് ചേർക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും വരാനില്ല. ഹെൽത്തിനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഒരു 2.5 പീസ് ശർക്കര ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് മെൽട്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലാട്ടോ വെക്കേണ്ടത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളമാണ് പാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനി ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം. അതായത് ഈ ഒരു ശർക്കര പാനി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് ടൈറ്റായിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, മാവ് കൂടുതലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം ഞാനത് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കാരണം എന്താ പറയുക, കുറച്ചാണ് ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അതിനകത്ത് വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഞാനൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ടേ. കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട് ഇനി ഇതിനകത്ത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു പാക്കറ്റ് ഈനോയാട്ടോ ചേർക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതിന് പകരം ഞാൻ ഈനോ ആണ് ചേർക്കുന്നത്. ഈനോ ചേർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് ഫ്ലോപ്പ് ആവില്ല കേട്ടോ, ഉറപ്പാണ്. ഇതിനകത്ത് ശർക്കരപ്പാനി വളരെ കുറവായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2.5 പീസ് ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, കുറഞ്ഞു പോയി. ഞാൻ വെള്ളം കുറവായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇത്ര മതിയാവുമെന്നും, ഇത്രയും ടൈറ്റിലാണോ ഉണ്ടാക്കുകയെന്നും എനിക്കറിയില്ല. എന്താ പറയുക, എന്നാൽ കുറച്ചുകൂടെ നമുക്ക് ലൂസാക്കാവേ. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കാരണം ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. കുറച്ച് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിനകത്ത് കുറച്ച് എന്താ പറയുക ഈ ഒരു ഈനോ ചേർത്ത് കൊടുക്കാവേ. അതാ ഞാൻ ഒരു പാക്കറ്റ് മുഴുവൻ ഈനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ട്, ഈ ഒരു ശർക്കര ഉണ്ടാവുമല്ലോ, അടിയിൽ കുറച്ച് ശർക്കര ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ തന്നെ കുറച്ച് വെള്ളം ചേർത്തെടുത്താൽ മതി. അടിയിൽ അഴുക്കൊന്നുമില്ല എന്നാണെങ്കിൽ ഇതിൽ കൂടെ തന്നെ നമുക്ക് വെള്ളം മിക്സ് ചെയ്തെടുക്കാം. അതെൻ്റെ വെള്ള ശർക്കര ആയിരുന്നു കേട്ടോ, അതിനകത്ത് കല്ലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ല ശർക്കരയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ അതിൽ ആ ഒരു മുഴുവൻ ശർക്കരയും നമുക്ക് ഇതിനകത്ത് ആകുമല്ലോ. അപ്പോൾ മധുരം എന്താ പറയുക കുറഞ്ഞു പോകില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വരാം. അപ്പോൾ ആ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പൂണിന്ന് ഇങ്ങനെ കോരി ഇടുന്ന സമയത്ത് തന്നെ ഒഴുകി പോകുന്ന പോലെ, ഒരുപാട് അങ്ങോട്ട് ടൈറ്റും ആവരുത്, എന്നാൽ പിന്നെ ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിലാട്ടോ എടുക്കേണ്ടത്. എന്തായാലും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു മാവെടുത്തിട്ട് അതിനകത്ത് ഇട്ട് നോക്കിയാലോ.
കറക്റ്റ് ബോണ്ടയുടെ ഷേപ്പിലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, കാരണം കുറച്ച് ലൂസായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിയില്ല എത്രയ്ക്ക് ടൈറ്റിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കറക്റ്റായി കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ കറക്റ്റ് അങ്ങോട്ട് ഷേപ്പിലൊന്നും അല്ലാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ തീയിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി, കാരണം ഒരുപാട് തീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ അതാ ഞാൻ കഴിച്ചു നോക്കി, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട്. കറക്റ്റ് ആയിരുന്നു കേട്ടോ, മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചെറിയൊരു എന്താ പറയുക ചേഞ്ച് ഉണ്ടാകുമല്ലോ. എനിക്ക് ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഇത് ചൂടോടുകൂടി കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ടേസ്റ്റ് എനിക്ക് അറിയുന്നില്ല. എന്തായാലും ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഏട്ടപ്പോൾ ഓഫീസിൽ നിന്ന് വരും, അപ്പോഴേക്കും ഏട്ടന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ സർപ്രൈസ് ആവാനും ഉള്ള ചാൻസ് ഒന്നുമില്ല, കാരണം എന്നാലും കുഴപ്പമില്ല, ഒരു സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ വിചാരിച്ചിട്ടാണ്.